എന്താ? പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ കൈയും കാലും വെട്ടിമാറ്റി. ഇപ്പൊ ഫണ്ട് അനുവദിക്കുന്നില്ല. പഞ്ചായത്ത് കേവലം നോക്കുകുത്തിയായി, നഗരസഭ മുനിസിപ്പാലിറ്റി നോക്കുകുത്തിയായി മാറി. പല പദ്ധതികൾ നമ്മളിപ്പോ പഞ്ചായത്ത് വഴി ഒക്കെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ സാധാരണക്കാരന് പാവപ്പെട്ടവന് വിവിധ പദ്ധതികൾ, ഇന്ദിര ആവാസ് യോജന, IAY പദ്ധതി, അതുപോലെ തന്നെ SC/ST, മൈനോറിറ്റി, ഇങ്ങനെ തുടങ്ങിയുള്ള BPL കാർഡ് ഉടമകൾ, പാവപ്പെട്ടവർ, വീടില്ലാത്തവർ, കഷ്ടപ്പെടുന്ന ഇവർക്കൊക്കെ നേരത്തെ പല പദ്ധതി കേന്ദ്ര കേരള സർക്കാരുകളുടെ പദ്ധതി വഴി വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? ഒരു മിഷൻ ഉണ്ടാക്കി. എന്ത് മിഷനാ? ലൈഫ് മിഷൻ. അങ്ങനെ എല്ലാം ലൈഫ് മിഷനിലൂടെ ഇപ്പൊ എന്താ അവസ്ഥ? ഈ ലൈഫ് മിഷൻ അത് മാത്രമല്ല, ഇപ്പോ ശുചിത്വം, അതുപോലെ തന്നെ മറ്റ് പദ്ധതികൾക്കൊക്കെ വേറൊരു ശുചിത്വ മിഷൻ, പിന്നെ ജലജീവൻ മിഷൻ, ഇങ്ങനെ കുറെ മിഷനുകൾ ഉണ്ടാക്കി. ഈ മിഷനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിന്റെ മേലെ, മുനിസിപ്പാലിറ്റിയുടെ മേലെ ഒക്കെ ഒരു അധികാര ശക്തിയായി വരിക. ഒരു വലിയൊരു അധികാര ശക്തി. എന്നിട്ട് ഗവൺമെന്റിന്റെ പദ്ധതികൾ എന്തൊക്കെയുണ്ടോ അത് നടപ്പിൽ വരുത്തുക. ഈ പാവങ്ങൾ, ഇവരുടെ കയ്യിൽ കാശില്ല. ഈ കാശൊക്കെ തന്നെ ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു മുനിസിപ്പാലിറ്റി, നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ? എങ്ങനെ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ പട്ടിശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം നാട്ടിലുണ്ട്. പട്ടിശല്യവുമായി പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതാരാ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു ഓർഡർ ഇല്ല, ഒന്നുമില്ല. ആളുകൾ പഞ്ചായത്തിന് വരികയാണ്, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. പഞ്ചായത്ത് ഗവൺമെന്റ് കൈകൊണ്ട്, ഗവൺമെന്റിന് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന നിലയിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഓരോ പദ്ധതി, ഇപ്പൊ ലൈഫ് മിഷൻ എന്താ ഇപ്പോഴുള്ള അവസ്ഥ? എന്താണ് ആ വീട്ടുകാരുടെ അവസ്ഥ? എന്താ? ദിവസവും ആളുകൾ വിളിക്കാണ്, കരഞ്ഞുകൊണ്ട് പറയാണ് കാശ് കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ സമരം എന്ന് പറയുന്ന, രാപ്പകൽ സമരം എന്ന് പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സാധാരണക്കാരുടെ പ്രശ്നമാണ്. എന്നാ വില എല്ലാറ്റിനും വില വർദ്ധിപ്പിച്ചത്. ഇപ്പോ ഭൂനികുതി എത്രയാ കൂട്ടിയത്? ഒരു അപേക്ഷാ ഫോറം 30 രൂപ കൊടുക്കുന്നിടത്ത് ഇപ്പൊ എത്ര? 3000 മുനിസിപ്പാലിറ്റില്ലേ? ഒരു വീടിനൊരു അപേക്ഷ കൊടുക്കാൻ 3000 രൂപ കൊടുക്കണം. ഒരു വീടിനൊരു പെർമിറ്റ് ഫീ എത്രയാ? 11,000, 12,000. നേരത്തെ 555, 750, 800, 855 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇപ്പൊ 12,000. വെള്ളക്കരം എത്ര ഇരട്ടിയാ വർദ്ധിപ്പിച്ചത്? ഏതാ വർദ്ധിപ്പിക്കാത്തത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ. ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചു, എല്ലാ നികുതിയും ഇവർ വർദ്ധിപ്പിച്ചു. അതും എത്ര ഇരട്ടി? 5 ഇരട്ടിയും 10 ഇരട്ടിയും 50 ഇരട്ടിയും 100 ഇരട്ടിയും വർദ്ധിപ്പിച്ചു. എനിക്കെന്തേ കാശില്ല? എവിടെ കാശ്? എവിടെ? കാശിന്റെ പ്രശ്നം ഇപ്പൊ നടക്കുകയാണ്. ഇപ്പൊ അറസ്റ്റ് വേണോ വേണ്ടിയോ എന്നുള്ള ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചയില്ലേ? വലിയ ചർച്ച നടക്കുക, വലിയ വൻ അഴിമതി. ഈ അഴിമതി കുറച്ചു കാലമായി നമ്മൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വലിയ അഴിമതി നടക്കുക. കയ്യോടെ പിടിച്ചു. ഇപ്പോഴെന്താ അവസ്ഥ? ഇപ്പൊ ഡീൽ ഉറപ്പിക്കുക. പഞ്ചായത്ത്, നഗരസഭ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എങ്ങനെയാണ്? അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഡീലാ. മകള് വേണോ, അറസ്റ്റ് നടക്കണോ, അതിൽ ഇവിടെ ഡീൽ ഉറപ്പിക്കുന്നു. അതാവസ്ഥ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇതൊക്കെ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇതുപോലുള്ള ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് BJPയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് നിങ്ങൾ എല്ലാ കാലത്തും എടുത്തത്. 1,37,000 വോട്ടിന് സതീദേവി, ഓഭരതൻ, പിന്നെ എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഉള്ളൂ. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ.
ആ ഹായ് ഹായ് ഹായ്. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഏ? ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ